കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സംഖ്യാപുസ്തകം 24-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നത് യഹോവയ്ക്ക് പ്രസാദമെന്ന് ബിലെയാം കണ്ടപ്പോൾ അവൻ മുമ്പിലത്തെ പോലെ ലക്ഷണം നോക്കുവാൻ പോകാതെ മരുഭൂമിക്ക് നേരെ മുഖം തിരിച്ചു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, മരുഭൂമിയിൽ വന്ന് കൂട്ടമായിട്ട് കനാൻ ദേശത്തേക്ക് പോകാൻ യാത്ര മധ്യേ അവിടെ താവളമടിച്ച് കിടക്കുന്ന ഇസ്രായേൽ ജനങ്ങളെ ശപിക്കുവാനായിട്ട് ബിലെയാമിനെ ബാലാക്ക് എന്നുള്ള മനുഷ്യൻ വിളിക്കുകയാണ്. അപ്പോൾ ഇവർ ഇങ്ങനെ വന്നപ്പോൾ ആ ബാലാക്ക് രാജാവിൻ്റെ ആ ഒരു കൽപ്പന അനുസരിച്ച് വന്നപ്പോൾ വഴിയിൽ വെച്ച് ദൈവദൂതൻ തന്നെ തടഞ്ഞു. അപ്പോൾ ദൈവം അവനോട് സംസാരിച്ചു: എൻ്റെ ജനത്തിനെ ഞാൻ പറയുന്നതല്ലാതെ ഒരു വാക്കും നിൻ്റെ വായിൽ നിന്ന് വരരുതെന്ന് അവന് ശാസിച്ച് ദൈവം വിടുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് അപ്പോൾ ബിലെയാമിന് മനസ്സിലായി ഈ ജനങ്ങളെ ശപിക്കുക എന്നത് ദൈവത്തിന് ഇഷ്ടമല്ല എന്ന് കണ്ടിട്ട് അവൻ എന്ത് ചെയ്തു? മുമ്പത്തെ പോലെ ലക്ഷണം ദൈവത്തോട് അവൻ അരുളപ്പാട് ചോദിക്കാറുണ്ട്, ഞാൻ ചെയ്യണമോ ചെയ്യേണ്ടിയെന്ന്. അങ്ങനെ അരുളപ്പാടൊന്നും ചോദിച്ചില്ല. മരുഭൂമിയിലേക്ക് മുഖം തിരിച്ച് ആ ജനങ്ങളെ നോക്കി അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. പ്രിയ ദൈവ പൈതൽ, നമ്മ ഒരു ശാപവാക്ക് ഒരാൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ദൈവം അത് തടഞ്ഞു നിർത്തുമെന്ന് ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമുക്ക് വിരോധമായി എന്ത് പറയുന്നെങ്കിലും, ചിലപ്പോൾ നാം ചെയ്യാത്ത കുറ്റം തന്നെ പറയുമെങ്കിലും അവരെ ദൈവം ശാസിക്കുക തന്നെ ചെയ്യും. ആയതുകൊണ്ട് പ്രിയ ദൈവ പൈതലെ, ഒന്നിനും പ്രയാസപ്പെടാതെ എല്ലാ സന്ദർഭത്തിലും ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽപ്പാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ. ആര് നമുക്കെതിരായി വന്നാലും അവരെ തടഞ്ഞു നിർത്തുവാൻ കഴിവുള്ള ഒരു ജീവനുള്ള ദൈവത്തെയാണ് നാം ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. ആയതുകൊണ്ട് ഒരു ശാപത്തിനും നിങ്ങൾ ഭയപ്പെടേണ്ട. കർത്താവ് നിങ്ങളെ വഴി നടത്തും. പ്രാർത്ഥിക്കാൻ ഞങ്ങളെ വഴി നടത്തുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, ദൈവമേ, ഈ ദിവസങ്ങളിൽ കർത്താവെ, നമുക്ക് കാരണമില്ലാതെ കർത്താവെ ആര് ശാപമിടാൻ അല്ലെങ്കിൽ നമുക്കൊരു ഉപദ്രവം ചെയ്യാൻ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അവരെ തടഞ്ഞു നിർത്തി കർത്താവെ, അങ്ങയുടെ ഇഷ്ടം അവരുടെ വായിൽ നിന്ന് അല്ലെങ്കിൽ മനസ്സിൽ നിന്ന് വരുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യഹോവയായ ദൈവം ഇന്നും ജീവിച്ചിരിക്കുന്നത് കൊണ്ട് അങ്ങേ കർത്താവെ ഞങ്ങൾ സ്തുതിച്ചു വാഴ്ത്തുന്നപ്പ. ഞങ്ങളുടെ ജീവിതാന്ത്യത്തോളം ഞങ്ങളെ കരം പിടിച്ച് വഴി നടത്തണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.